ആദ്യം ശ്രീ പി കൃഷ്ണദാസ്, സഭാ നേതൃത്വം ഉയർത്തുന്ന വിമർശനങ്ങൾ ഒരു പീഡാനുഭവ സ്മരണ പുതുക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നവർ. ദുഃഖവെള്ളിയാഴ്ച സന്ദേശത്തിലാണ് ഇത്തരം ഒരു പരാമർശങ്ങൾ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിരൂക്ഷമായ വിമർശനം കേന്ദ്രത്തിനെതിരെ വരുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ പ്രത്യേകമായി എടുത്തു കാണുന്നില്ല. പ്രത്യേകമായി അവർ പറയുന്നത് ഒരു സമൂഹത്തിനും അപകടകരമാകുന്ന തരത്തിലൊരു പ്രവർത്തനവും സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാ സമൂഹത്തിലും വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രസ്താവനകൾ നടക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ് അതിന്റെ സവിശേഷത. എന്താണ് കേരളത്തിന്റെ പ്രത്യേകത? കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൽ ജോസഫ് മാഷുടെ കൈവെട്ടുന്ന സാഹചര്യമുണ്ടായി. എന്തിന്റെ പേരിലായിരുന്നു ജോസഫ് മാഷുടെ കൈവെട്ടിയത്? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം ഇട്ടതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ക്രൂരമായിട്ടുള്ള ആക്രമണം നടന്നു. കേരളത്തിൽ പാലാ ബിഷപ്പിനെതിരെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർത്തിവിട്ടത് ഒരു വിഭാഗം ആളുകൾ? അതിൽ എന്തെങ്കിലും നടപടി ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? കേരളത്തിൽ ഈ തരത്തിൽ നിരവധി ഘട്ടങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെയും അതുപോലെ തന്നെ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനെതിരെയും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും അക്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ചില മത തീവ്രവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പിതാക്കന്മാർ ഈ വിഷയങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. ശ്രീ കൃഷ്ണദാസ്, താങ്കൾ പ്രാഥമികമായ കാര്യങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ പോലും മണിപ്പൂരും പൗരത്വ ഭേദഗതി നിയമവും നേരിട്ട് പരാമർശിച്ച് നടത്തിയ പരാമർശങ്ങളാണ്, പ്രസംഗമാണ് നമുക്ക് മുന്നിലുള്ളത്. അത് താങ്കളും കേട്ടിരിക്കും. ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വശം കൂടി സൂചിപ്പിച്ചതിലേക്ക് അതിനകത്തേക്ക് വരാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം വിട്ടുപോയതല്ല. ഞാൻ അതിനകത്തേക്ക് തന്നെയാണ് വരുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ചാണ് താങ്കളുടെ ഒരു ചോദ്യം. അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണോ അതുള്ളത്? അതിൽ ക്രിസ്തീയ വിഭാഗമുണ്ടല്ലോ, അതിൽ മറ്റു വിഭാഗങ്ങളുണ്ടല്ലോ, 6 വിഭാഗങ്ങളുണ്ടല്ലോ. അത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മതവിവേചനത്തിന്റെ ഭാഗമായി ആ രാജ്യത്ത് നിന്ന് നടപടി നേരിട്ടോ അതല്ലാതെയോ അവിടെ നിൽക്കാൻ കഴിയാതെ ഈ രാജ്യത്തേക്ക് വരുന്ന ആളുകൾക്ക് അഭയം കൊടുക്കണമെന്നും സംരക്ഷണം കൊടുക്കണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള നിയമമാണ്. അത് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ്. ഈ നിയമത്തെ നടപ്പാക്കണം, അല്ലെങ്കിൽ ഈ സംവിധാനം നടപ്പാക്കണമെന്ന് നേരത്തെ കോൺഗ്രസുകാരും ഇടതുപക്ഷവും എല്ലാം പാർലമെന്റിൽ പല ഘട്ടങ്ങളിലായി ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പിതാക്കന്മാർ കൃഷ്ണദാസ്, ഞാൻ അങ്ങനെ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് താങ്കളെ ക്ഷണിക്കുകയായിരുന്നില്ല. ഈ പുരോഹിതർ തന്നെ സംസാരിച്ചത് മണിപ്പൂരും ഒപ്പം തന്നെ പൗരത്വ ഭേദഗതി വിഷയവും ചൂണ്ടിക്കാട്ടിയാണ് എന്നത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ചെയ്തത്. താങ്കൾ കേരളത്തിന്റെ സാഹചര്യത്തിലാണ് ഈ പരാമർശങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുകൊണ്ടാണ് 2 വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചു. ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് മറ്റു 2 വിഷയങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. അവർ രാജ്യത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ വിഷയം കൂടി ചർച്ചയാവണമല്ലോ സ്വാഭാവികമായും. പിന്നെ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് മണിപ്പൂർ വിഷയത്തിൽ എത്രയോ കാലങ്ങളായി വംശീയമായിട്ടുള്ള തർക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1980കളുടെ കാലഘട്ടത്തിലും 80കളുടെ തുടക്കം മുതൽ അവസാനം വരെ നിരന്തരമായി പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള സംസ്ഥാനമാണ് മണിപ്പൂർ. ആ മണിപ്പൂരിൽ വംശീയ കലാപങ്ങൾ പലപ്പോഴായി നടന്നിട്ടുണ്ട്. എത്രയോ വംശീയ കലാപങ്ങൾ നടന്നിരിക്കുന്നു. 150-160 ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം നേരത്തെ മണിപ്പൂരിൽ കോൺഗ്രസുകാരുടെ ഭരണ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ അക്രമങ്ങൾ നിരന്തരമായി നടന്നിട്ടുള്ള സമയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ വിശേഷമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുക. അരുണാചൽ പ്രദേശിൽ മണിപ്പൂരിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ മണിപ്പൂരിന്റെ വിഷയങ്ങൾക്ക് ശേഷം നടന്നിട്ടുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപ്രീതി ഏതെങ്കിലും വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായോ? അതിനുശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വിജയം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഇനി മറ്റൊരു വിഷയം എടുക്കുക. ഇപ്പൊ നമ്മൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണിപ്പൂരിൽ കോൺഗ്രസ് ഇന്നെടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു നിലപാടെന്താ? കോൺഗ്രസിന്റെ PCC അധ്യക്ഷനെതിരായി നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് BJPക്കെതിരെ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളിലായി എന്ന് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് നേരിടുന്നു. എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഒട്ടാകെ എടുത്താൽ മണിപ്പൂരിന്റെ വിഷയം ഉയർത്തിക്കൊണ്ട് രാജ്യത്ത് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും പ്രത്യേകമായി ചില വിഷയങ്ങൾ നിലനിൽക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഏറെക്കാലമായ വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ആസാമുമായി ബന്ധപ്പെട്ടുണ്ട്, മിസോറാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്, അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്, സിക്കിമുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്ന
പ്രത്യേകിച്ച് ചൈനയുടെ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശം. ആ പ്രദേശത്ത് BJPക്ക് ഉണ്ടായിട്ടുള്ള ജനസ്വീകാര്യത എത്രയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതല്ലേ. ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാതിരുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇന്ന് BJP ഭരിക്കുന്ന സാഹചര്യമല്ലേ ഉള്ളത്. ആ സംസ്ഥാനങ്ങളെല്ലാം ഏതെങ്കിലും മതവിഭാഗം, പ്രത്യേകിച്ച് ശ്രീ പി കൃഷ്ണദാസ്, അവിടെ നിങ്ങൾക്ക് വേരോട്ടമുണ്ടാകുന്നു, അവിടെ നിങ്ങൾക്ക് സംസ്ഥാനങ്ങൾ ഭരിക്കാനാകുന്നു. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അധികാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു എന്ന വ്യക്തമായ വിമർശനം ഇക്കാര്യത്തിൽ അവർ പറഞ്ഞു വെക്കുന്നത് വെറുതെ പറയുക മാത്രമല്ല. 2014 ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളുടെ കണക്ക് അത് 2028 23 24 എത്തുമ്പോൾ എങ്ങനെ അത് ഗ്രാജുവലായി ഉയരുന്നു, ആ കണക്ക് സഹിതമാണ് അവർ സംസാരിക്കുന്നത്. അവരെ വിശ്വസിക്കുന്ന സമൂഹത്തോട് നൽകുന്ന സന്ദേശത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. രേണു, അതുകൊണ്ടാണ് അതിന്റെ തുടക്കത്തിൽ തന്നെ മറ്റൊരു വസ്തുത കൂടി സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. BJP ഭരണത്തിൽ നടക്കുന്ന സമയത്ത് കേന്ദ്രത്തിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഗോവയിൽ BJP ഏത് വിഭാഗവുമായി ചേർന്നുകൊണ്ടാണ് ഭരണം നടത്തുന്നത്? മിസോറാമിലും അരുണാചൽ പ്രദേശ് അടക്കമുള്ള അതാണ് ഞാൻ വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വിഷയം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊന്നുമല്ലാത്ത എത്രയോ സ്ഥലങ്ങളിൽ BJPക്ക് അനുകൂലമായി ക്രൈസ്തവ വിഭാഗം, ഇന്ന് നിങ്ങൾ വിമർശനം ഉയർത്തി എന്ന് പറയുന്ന ക്രൈസ്തവ വിഭാഗവുമായി ചേർന്നുകൊണ്ട് അവരുടെ MLA മാരും അവരുടെ മന്ത്രിസഭയും ഉൾപ്പെടുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് BJP ഭരണം നടത്തുകയാണ്. കേരളത്തിന്റെ സാഹചര്യം നമുക്കൊന്ന് എടുക്കാം. നമ്മൾ കേരളത്തിലാണല്ലോ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ ഈ വിഭാഗങ്ങൾക്ക് ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്നോ UDF-ൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണന അവർക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടോ? കേരള കോൺഗ്രസ്സുകാർക്ക് 2 MLA-മാരുണ്ട്, 4 മന്ത്രിമാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നെല്ലാം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഏത് പരിഗണനയാണ് കേരളത്തിൽ കിട്ടിയിട്ടുള്ളത്? എക്കാലത്തും ആ സമൂഹത്തിനെതിരായി അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചിരുന്ന സമൂഹമല്ലേ ഭരണകൂടങ്ങളിൽ ഇവിടെ ഉള്ളത്. അതാണ് ഞാൻ 2 ഉദാഹരണങ്ങൾ മാത്രം തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചത്. പ്രൊഫസർ ജോസഫ് മാഷിന്റെ കൈവെട്ടുന്ന സാഹചര്യം. ഇതിന്റെ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ഒരു സമയത്ത് ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണം എന്തായിരുന്നു? ഇവിടെ തീവ്രവാദ ഭീകരവാദ സംഘടനകൾ അവർ കേരളത്തിലെ നിരവധി പെൺകുട്ടികളെ മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു, അതിന്റെ പിന്നിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവർ കേരളത്തിൽ എത്രയോ ചർച്ചകൾ ഉയർത്താൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ആ സമയത്ത് അതിനൊന്നും ചെവി കൊടുക്കാതിരുന്ന ആളുകൾ, അതിനെ നിരന്തരമായി വിമർശിച്ചിരുന്ന ആളുകൾ, അവർക്ക് എന്ത് പ്രതിവിധിയാണെന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഇപ്പോഴും വിഷയങ്ങളും അവൾ പങ്കുവെക്കുന്നതിന് പലപ്പോഴായി. ഇനി കേരളത്തിലെ മലയോര മേഖലകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കെതിരെ സഭ എത്രയോ കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയപരമായി ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതല്ല BJPയുടെ നിലപാട്. ഈ രാജ്യത്തിന്റെ സ്വതന്ത്രമായിട്ടുള്ള ഇടപെടലുകൾ, രാജ്യത്തിന്റെ സമാധാനപരമായിട്ടുള്ള എല്ലാ പ്രദേശത്തെയും ആളുകളുടെ ജീവിതം, അതിനെ കാണുമ്പോൾ പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ചാണെങ്കിലും ഇനി അതല്ല മറ്റ് വിഷയങ്ങളിൽ BJP ഗവൺമെന്റ് ഇടപെടുന്ന കാര്യത്തിലാണെങ്കിലും, അതാ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചത്. മിസോറാമിൽ മണിപ്പൂരിൽ നമ്മൾ ഇപ്പോൾ പറയുന്ന വിഷയങ്ങളെക്കാൾ വലിയ വിഷയങ്ങൾ നടന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ വിസ്മരിച്ചുകൊണ്ട്, അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ വിഷയം എടുത്ത് ചർച്ച ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല, തെറ്റൊന്നുമില്ല. അത് പരിശോധിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വിഷയം മാത്രം ഉയർത്തി BJP എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ, കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുക എന്നൊരു നയം നേരത്തെയും ഒരു സഭയും എടുത്തിട്ടില്ല, ഇപ്പോഴും ഒരു സഭയും എടുക്കുന്നില്ല. അവർ പൊതുവായി സമൂഹത്തിലുള്ള ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ ഇടതുപക്ഷ ഗവൺമെന്റുണ്ട്, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ അവർ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങളുണ്ട്, കോൺഗ്രസിനെതിരെ അവർ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങളുണ്ട്, കോൺഗ്രസുകാർക്ക് വിശ്വാസമില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ആ സാഹചര്യങ്ങളെ എല്ലാം ഈ വിഷയത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് കാണണം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഈ വിഷയത്തിൽ. തീർച്ചയായും താങ്കൾ ഇവിടെ 2 തവണ അത് വിശദീകരിക്കുമ്പോഴും ജോസഫ് മാഷിന്റെ കൈവെട്ടിയ നിർഭാഗ്യകരമായ സംഭവം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങളും, ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പൗരത്വ ഭേദഗതി വിഷയം ക്രൈസ്തവ സഭകളെ നേരിട്ട് ബാധിക്കുന്നതല്ല എന്ന് പറയുന്നു. പക്ഷേ ഈ രണ്ട് സഭാ നേതൃത്വത്തിൽപ്പെട്ടവരും ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന കാര്യത്തിൽ ഇത് ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് എന്ന് പറയുന്നു. നാം മാത്രമല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. നമ്മെപ്പോലെ തുല്യവേദന അനുഭവിക്കുന്ന സഹോദരങ്ങൾക്കൊപ്പം യാത്ര ചെയ്യേണ്ടതാണ്. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ്.
തങ്ങളുടെ പ്രശ്നം മാത്രമല്ല, നമുക്കൊപ്പമുള്ളവരുടെ പ്രശ്നവും അറിയണം. അത്തരം സങ്കുചിത ചിന്താഗതികളെ നമ്മൾ ഒരുമിച്ച് നേരിടണം എന്ന് പറയുന്നു. ഭരണഘടന എന്നത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ രണ്ട് സഭാ നേതൃത്വത്തിന്റെയും വക്താക്കൾ അവർ സംസാരിക്കുന്നത് എന്നതുകൂടി ഓർക്കണം. ഈ ദുഃഖവെള്ളി പോലെയുള്ള ഒരു സന്ദേശത്തിൽ, അങ്ങനെ ഒരു സന്ദേശത്തിൽ പറയേണ്ടതിലും എത്രയോ അധികം തവണ ഈ രാജ്യത്തെ ഭരണഘടന അത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശം എന്താണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് അവർ. ശ്രീകൃഷ്ണദാസ്, വിഷയത്തെ ഒന്ന് ടോട്ടലായി എടുത്താൽ ബഹുമാനപ്പെട്ട പിതാക്കന്മാർ നടത്തിയിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നേരത്തെയും പാലാ ബിഷപ്പിനെ സംബന്ധിച്ചാണെങ്കിലും നേരത്തെ പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്ന് എല്ലാം ഉയർന്നു വന്നിട്ടുള്ള ചില പ്രതിഷേധങ്ങളും ശബ്ദങ്ങളും എല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമുക്കൊരു സമകാലിക വിഷയം ഉണ്ടാകുമ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതി വിഷയം എന്ന് പറയുന്നത് ഒരു സമകാലിക വിഷയമാണ്. ആ സമകാലിക വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാ വിഭാഗം ആളുകളും അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. അത് പ്രതിഷേധമായി രേഖപ്പെടുത്തുന്നവരുണ്ട്, അഭിപ്രായമായി രേഖപ്പെടുത്തുന്നവരുണ്ട്, അവരുടേതായിട്ടുള്ള ആശങ്കകൾ പങ്കുവെക്കുന്നവരുണ്ട്. ഈ തരത്തിലുള്ള പല അഭിപ്രായങ്ങളുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് പിതാക്കന്മാർ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അവരുടെ ആശങ്കയുമല്ല, അവരുടെ പ്രതിഷേധവുമല്ല, മറിച്ച് അവരുടെ ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ്. എല്ലാ അഭിപ്രായ പ്രകടനങ്ങളും സമൂഹത്തിൽ ഉയർന്നു വരും. അങ്ങനെ നടത്തപ്പെടുന്ന അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് അതിൽ ആർക്കാണ് വിരോധമുള്ളത്? ശരി.